നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അത് ചെയ്യണം, ഇത് വാങ്ങണം, ഇവിടെ എത്തണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന എത്ര പേരുണ്ട്? അതായത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. സ്റ്റാർട്ട് ചെയ്ത സംഗതി, അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം അവർക്ക് കിട്ടുന്നത് വരെ എൻഡിൽ വരെ പരിശ്രമിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഡിഗ്രി ബികോമാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബികോം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ CS കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സിന് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് എനിക്ക് ആഗ്രഹം വന്നതെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എറണാകുളത്ത് പോയിട്ട് അതിൻ്റെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ. അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ എനിക്കറിയില്ല എനിക്ക് എവിടെ നിന്നാണ് ആ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞാനത് 2 തവണയാണ് ഞാൻ അതിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ചില സബ്ജക്റ്റൊക്കെ അതിനുള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 2 തവണ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ MBAക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ആ ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ആരൊക്കെയോ എവിടെ നിന്നോ പോണ ഒരു സംഭവം എനിക്ക് കേട്ടു. അപ്പോൾ ഓക്കെ എന്നാൽ എനിക്കും കൂടെ പോകാം, അങ്ങനത്തെ ഒരു തോട്ടിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ആ സാധനം പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെനിക്ക് ഉള്ളിൽ നിന്നുള്ളൊരു ആഗ്രഹമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 തവണ എഴുതിയിട്ട് എനിക്കത് ഫുൾ പാസ്സാവാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന്. യൂട്യൂബിൽ വന്നപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. നമ്മളെല്ലാവരും യൂട്യൂബൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ കുറേ സക്സസ് ആയിട്ടുള്ള മില്യൺ സബ്ബും മില്യൺ വ്യൂസൊക്കെ ഉള്ള യൂട്യൂബേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ട് അങ്ങനെയൊക്കെ കുറേയൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലോട്ടേക്ക് വരണത്. ഞാനും അങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുള്ളത്. അല്ലാതെ എൻ്റെ ഒരു ജസ്റ്റ് ഹോബി ആയിട്ടോ അങ്ങനെ മാത്രം കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഈ സാധനത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക എന്താ ഓക്കെ ഞാനിങ്ങനെ, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പം ഞാൻ നാട്ടിലായിരുന്ന സമയത്തായിരുന്നു. അപ്പം ചേട്ടൻ്റെ കുട്ടി ഉണ്ടായിരുന്നു, ഞാനും ലോറി. അവൾക്ക് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പക്ഷെ ഭയങ്കരമായിട്ട് അവളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഗതി. അതിന് മുന്നൊന്നും ആ തോട്ടേ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ആലോചിക്കാറുണ്ട്, കൊറോണയുടെ സമയത്ത് എങ്ങാനും തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എവിടെ എത്തിയേനേന്നൊക്കെ. അപ്പോൾ ഞാനൊക്കെ എൻ്റെ മനസ്സിൽ വിചാരിക്കണത് ഓക്കെ വീഡിയോസ് ഇടുന്നു, ഉടനെ തന്നെ നമുക്ക് നല്ല വ്യൂസ് കിട്ടുന്നു, സബ് കയറുന്നു, വാവ്. പിന്നെ മറ്റേ പൈസയൊക്കെ ഇങ്ങനെ നമുക്ക് മഴയൊക്കെ പെയ്യണ പോലെ കിട്ടും എന്നൊക്കെയായിരുന്നു കേട്ടോ ധാരണ. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ആദ്യത്തെ വീഡിയോ ഇട്ടു, 2ാമത്തെ വീഡിയോ ഇട്ടു, 3ാമത്തെ വീഡിയോ ഇട്ടു, 4ാമത്തെ വീഡിയോ ഇട്ടു, ഒരു മാറ്റവും ഇല്ല. നല്ല രീതിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അന്നെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ ഷോർട്സ് ഇടുമായിരുന്നു, ലോങ് ഇടുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാലുണ്ടല്ലോ അതിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു മസ്റ്റായിട്ടുള്ള സംഭവമാണ്. അത് ഇതിൽ മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറയണ പോലെ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മറ്റേ കമ്പനി സെക്രട്ടറിൻ്റെ കോഴ്സ് പറഞ്ഞതുപോലെ എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതേപോലെ തന്നെയായിരുന്നു എൻ്റെ കമ്പനി സെക്രട്ടറിയുടെ കോഴ്സിൻ്റെ ഒരു ഇതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ അത് ഗിവ് അപ്പ് ചെയ്തിട്ട് ഞാൻ വരില്ലായിരുന്നു. എനി കോസ്റ്റ് എനിക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ആ കോഴ്സ് പഠിച്ച് ഇതാക്കിയിരിക്കണേ. നമ്മളെല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സ്റ്റാർട്ടാക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഇതിൽ തന്നെ നമുക്ക് ആ പരിപാടി തീർക്കണം. ഇപ്പം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരുടെ, യൂട്യൂബ് ചെയ്യുന്നവരുടെ കൂടെയുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു ചിന്താഗതി അതാണ്. നമ്മൾ വീഡിയോസ് ഇടുന്നു, പിറ്റേ ദിവസം മുതൽ നമ്മൾക്ക് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടുന്നു. അങ്ങനെയാണ് എല്ലാവരുടെയും ധാരണ. അത് ഒരു കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മളതിനെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 10 ലക്ഷം രൂപ വെച്ചിട്ടാണ് ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. നമുക്ക് ബിസിനസ് തുടങ്ങി പിറ്റേ ദിവസം നമ്മൾക്ക് ആ 10 ലക്ഷം രൂപ പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടും? ചാൻസ് ഇല്ല. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംഗതി നമ്മൾക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പോകണ്ടാവുക. പക്ഷേ നമ്മൾ 10 ലക്ഷം മുടക്കി പിറ്റേ ദിവസം നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കട പൂട്ടി സാധനങ്ങൾ വെറുതെ കൊടുത്തിട്ട് വീട്ടിൽ പോകില്ലല്ലോ. നമ്മൾ പിറ്റേ ദിവസവും കട തുറക്കും, സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നോക്കും, അതിൻ്റെ പിറ്റേ ദിവസവും കട തുറക്കും, സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ചെയ്തല്ലേ നമ്മൾക്ക് ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ നമ്മുടെ രാമൻകുട്ടി പറയണ പോലെ തളരരുത് രാമൻകുട്ടി, തളരരുത്. നമ്മളുണ്ടല്ലോ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലുറപ്പിക്കാം. പക്ഷെ ആ ഒരു പുറപ്പെടുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഈ ഒരു സാധനം എനിക്കിഷ്ടപ്പെട്ട മേഖലയാണോ,
എത്ര തന്നെയാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് എനിക്കുണ്ടോ എന്ന് കൺഫേം ആക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്നെ പോലെ CS കോഴ്സിനൊക്കെ പോയിട്ട് പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾ നിർത്തി പോരേണ്ടി വരും. അപ്പോൾ അതുപോലെ ഒരു സാധനം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നാമത്തെ ദിവസം നമുക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല, രണ്ടാമത്തെ ദിവസം റിസൾട്ട് കിട്ടണം എന്നില്ല, മൂന്നാമത്തെ ദിവസവും നമ്മൾക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് റിസൾട്ട് കിട്ടി തുടങ്ങിയത് ഒരു വർഷവും 3 മാസത്തിന് ശേഷമാണ്. ഈ ഒരു വർഷ കാലയളവിലുണ്ടല്ലോ ഒരുപാട് തവണ ഈ സാധനം നിർത്തിപ്പോയാലോ എനിക്കിത് എന്തായാലും പറ്റൂല, എന്നെ പോലുള്ള ആൾക്കാർക്ക് ഈ യൂട്യൂബ് ഒന്നും സെറ്റ് ആവില്ല, അതൊക്കെ വേറെ ആൾക്കാർക്ക് പറഞ്ഞിരിക്കുന്നതാണ്, എനിക്കൊന്നും ഇങ്ങനെ ആവാൻ പറ്റില്ലേ, അങ്ങനെ പല 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 ചിന്തകൾ വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 1 മാസത്തോളം 2 ആഴ്ചയോളം ഒക്കെ വീഡിയോസ് ഇടാതിരുന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ ഇടാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ സങ്കടമാണ്. കാരണം ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മൾ നിർത്തുകയാണെന്നുള്ളൊരു സങ്കടമാണ് അതിനെക്കാട്ടിലും കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും പിന്നെയും വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഫൈനലി ഇട്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് കൂട്ടുകൂടാൻ തുടങ്ങി. അങ്ങനെ എത്തി. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഭീകരമായിട്ട് ഞാൻ സക്സസ് ആയി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ പകുതിക്ക് വെച്ചിട്ട് ഞാൻ നിർത്തിപ്പോയിരുന്നെങ്കിൽ ഇന്നിപ്പം ഈ വീഡിയോ ഞാനിവിടെ ചെയ്യില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ ഇരുന്ന് കാണുമില്ലായിരുന്നു. പക്ഷെ അത് നിർത്താതെ പിന്നെയും എന്തോ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പിന്നെ കൺസിസ്റ്റൻസി മാത്രമല്ല കേട്ടോ, ഈ യൂട്യൂബിൽ നിന്നൊക്കെ പറയുമ്പം യൂട്യൂബിൽ മാത്രമല്ല എന്തൊരു മേഖലയിലാണെങ്കിലും അവിടെ ഡേ ബൈ ഡേ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഈ പാർലറിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് അവിടുത്തെ ചേച്ചിമാർ പറയണേക്കാരില്ലേ, അവർക്ക് ആഴ്ചയിൽ ഒരുപാട് 2-3 തവണ അവർക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് പുതിയ ഹെയർ കട്ട്, പുതിയ എന്താ പറയുക മേക്കപ്പിൻ്റെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സുശീല ചേച്ചിനെ പോലെ മേക്കപ്പും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ കട കൂട്ടി പോവത്തേ ഉള്ളൂ. അപ്പോൾ എന്തൊരു സംഭവമാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ കറണ്ടായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് കൂടെ നമ്മൾ പഠിക്കണം. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരണേന്ന് നമുക്ക് പോലും അറിയില്ല. അതിലെല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പോൾ പറ്റണം എന്നില്ല. അതായത് ഒരുപാട് ആൾക്കാർ വലിയ ക്യാമറയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കര പൈസയൊക്കെ കൊടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കണം. പിന്നെ ഒരിക്കലും വീഡിയോസ് ആണെങ്കിലും എന്ത് സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുമ്പോഴും കടത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക. ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. ഓക്കെ, ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. വരുന്ന അപ്ഡേഷൻസും പിന്നെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം എങ്ങനെ നമുക്ക് ഒന്നും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്നുള്ളതും കൂടെ നോക്കിയിട്ട് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ വൃത്തിക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ അടിപൊളിയായിട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിചാരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ നേടിയെടുക്കും. അത് ഈ പറയണ പോലെ ഇന്ന് റെഡി ആവണം എന്നില്ല, നാളെ റെഡി ആവണം എന്നില്ല, പിറ്റേന്ന് റെഡി ആവണം എന്നില്ല. ചിലപ്പോൾ 2 വർഷവും 3 വർഷവും കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ അവിടെ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വേണം, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം വേണം. ഇതില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് മൾട്ടി മില്യണേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവരൊന്നും ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.